ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളാകയാൽ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മെ ഉണർത്തുന്നത് ദൈവമാണ്. ഇന്ന് രാവിലെയും കർത്താവ് നമ്മെ ഉണർത്തി ഭൂമുഖത്ത് കണ്ണുകളെ തുറക്കുവാൻ നമ്മെ അനുവദിച്ചു. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഈ പദപ്രയോഗങ്ങൾ നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുന്നത്. എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ളതായ ഒരു പദപ്രയോഗമാണ്. ഇത് തന്നെയാണ് താൻ 34-ാം സങ്കീർത്തനത്തിലും പറയുന്നത്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നോക്കുക, എപ്പോഴും കർത്താവിനെ മുൻപിൽ വയ്ക്കുവാൻ, എപ്പോഴും യഹോവയെ വാഴ്ത്തുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ തനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് ജീവിതത്തിലെ എത്രയോ വലിയ അനുഗ്രഹകരമായൊരു കാര്യമാണ്. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം തന്നെയാണ്. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പല സമയങ്ങളിലും നാം അത് വിട്ടുകളയുകയോ മറന്നു പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ദാവീദ് രാജാവ് പറയുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്നാണ്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് താൻ പറയുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും യഹോവയായ ദൈവത്തെ മറന്നു കളയാതെ എപ്പോഴും ആ ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് തന്നെ. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? സാധിക്കണം എന്നാണ് താൻ തൻ്റെ വാക്കുകളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ജീവിതത്തിലെ സന്തോഷമായിക്കൊള്ളട്ടെ, സങ്കടമായിക്കൊള്ളട്ടെ, പരിശോധനകളായിക്കൊള്ളട്ടെ, പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, നിരാശയായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിരുന്നാലും അതിൻ്റെ മധ്യത്തിലും യഹോവയെ വാഴ്ത്തുവാൻ നമുക്ക് സാധിക്കുമോ? വലിയവനായ ദൈവത്തെ, യഹോവയായ ദൈവത്തെ നമ്മുടെ മുൻപാകെ വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും നാം കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, യഹോവയായ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ, എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവവുമായി നിരന്തരമായ ബന്ധത്തിൽ തുടരുവാൻ നമുക്ക് ഇടയാകുന്നത് എത്രയോ വലിയ അനുഗ്രഹകരമായൊരു കാര്യമാണ്. അത്രമാത്രം അനുഗ്രഹം മറ്റൊന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യഹോവയായ ദൈവത്തെ എപ്പോഴും മുൻപിൽ വയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പല ബസ്സുകളിലും കയറി യാത്ര ചെയ്യുമ്പോൾ നോക്കാറുണ്ട്. ആ ബസ്സിൻ്റെ മുൻപിൽ പല മതങ്ങളുടെയും ദൈവങ്ങളുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ടാവും. എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറേ ദൈവങ്ങളുടെ, ചില മതങ്ങൾ പഠിപ്പിക്കുന്നതായ ദൈവങ്ങളുടെ ഫോട്ടോ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ യഹോവയായ ദൈവത്തെ നമ്മുടെ മുൻപാകെ വെറുതെ ഒരു ഫോട്ടോ വെച്ച് കാണിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വലിയവനായ ദൈവത്തെ നമ്മുടെ മുൻപാകെ എല്ലാ സമയത്തും വയ്ക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ സൃഷ്ടാവായ സർവശക്തനായ ആ ദൈവത്തെ നമ്മുടെ സകല ആവശ്യങ്ങൾക്കും നമ്മുടെ മുൻപിൽ നിർത്തുന്നതാണ്, അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നതാണ് നാം ചെയ്യേണ്ടതായ കാര്യം. നാം ഏതൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോഴും
ആ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. നാം വായിക്കുന്നത് പോലെ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നെഴുതിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടുന്നതായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് യഹോവയായ ദൈവത്തെ എപ്പോഴും മുൻപിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും ഏതൊരാവശ്യത്തിനും ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ ഹിതമെന്താണോ അതിനനുസരണമായിട്ട് ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച്, ഒരുപക്ഷെ പഴയ തലമുറയുടെ പാരമ്പര്യവും അതുതന്നെ ആയിരിക്കാം, കുടുംബത്തിലെ പിതാക്കന്മാരാണ് ഏതൊരു കാര്യത്തിൻ്റെയും മുൻപിൽ നിൽക്കുന്നതും അതിൻ്റെ ഫൈനൽ വേർഡ് പറയുന്നതും. അവസാന തീരുമാനം പിതാവിൻ്റേതാണ്. ആ പിതാവ് എന്താണോ തീരുമാനിക്കുന്നത്, പിതാവിൻ്റെ അഭിപ്രായം എന്താണോ അതിനനുസരണമായിട്ടാണ് ഒരു കുടുംബം മുൻപോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മേലുള്ള ഫൈനൽ വേർഡ് പറയുന്നത്, അവസാന വാക്ക്, തീരുമാനം അറിയിക്കുന്നത് പിതാവാണ്. അത് ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ കാര്യങ്ങളായിരുന്നാലും പിതാവിനുള്ളതായ ഒരു സ്ഥാനം ഉണ്ട്. ആ പിതാവിന് കൊടുക്കുന്ന ബഹുമാനവും സ്ഥാനവും ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ കാലം മാറി പുതിയ കാലമൊക്കെ ആയപ്പോൾ അത്രമാത്രം അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് അങ്ങ് പോകുന്ന പതിവ് പലയിടങ്ങളിലും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല വേണ്ടുന്നത്. ഓരോ ദേശത്തിനും അതിൻ്റേതായിട്ടുള്ള സംസ്കാരങ്ങളും രീതികളും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ കുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ അവരവരുടെ സ്വന്തമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കുവാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. എന്നാൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു വന്നിരുന്നതായ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, പ്രായവും അനുഭവവും പക്വതയും കൊണ്ട് അനുഭവ സമ്പത്തുള്ള പിതാക്കന്മാരുടെ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ സമയത്തും യഹോവയെ മുൻപിൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ 24 മണിക്കൂറും യഹോവയായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകണം. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും നാം വിട്ടുപോകുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ദൈവത്തോട് പറയുവാൻ, ദൈവത്തോട് നന്ദി കരേറ്റുവാൻ ഒക്കെ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സാധാരണയായി ഏതൊരു കാര്യത്തിനു വേണ്ടി ഒരുങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടാണ് നാം ചെയ്യാറുള്ളത്. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നാം രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. നാം ജോലിക്കായി പോകുമ്പോൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായി നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ കഴിവുള്ള സമയങ്ങളിലെല്ലാം നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തെ നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് നാം ജീവിക്കുന്നു. പക്ഷേ ദാവീദ് രാജാവ് പറയുന്നത്, ഒരു പടി കൂടെ കടന്ന് ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എപ്പോഴും കർത്താവിനെ മുൻപിൽ വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വാക്യത്തിൽ താൻ പറയുന്നത്, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു എന്നാണ്. നോക്കുക, താൻ കിടക്കുന്ന സമയത്തും ഒരുപക്ഷെ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും തൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? യഹോവയായ ദൈവം തൻ്റെ മുൻപിലുണ്ട് എന്നുള്ളതായ ചിന്ത. ഈ ഒരു ചിന്തയാണ് നമ്മെയും ഭരിക്കേണ്ടുന്നത്. ഇന്ന് രാവിലെ ആ ദൈവം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതായ വലിയ ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ, ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇന്നത്തെ ദിവസം യാതൊരു ചാഞ്ചല്യവുമില്ലാതെ, ഒരു കുലുക്കവുമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യഹോവയായ ദൈവത്തെ നമ്മുടെ മുൻപിൽ കാണുവാൻ നമുക്കിടയായിത്തീരണം. ആ കർത്താവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതൊരു കാര്യത്തിനും ദൈവത്തോട് അപേക്ഷിക്കുവാൻ, ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് യഹോവയായ ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനായ ദാവീദ് രാജാവ് പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ.
പലപ്പോഴും ഞങ്ങൾ അതിന് മടിയുള്ളവരായി മറന്നു പോകുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അവിടുത്തെ ഞങ്ങളുടെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു ആവശ്യവും അവിടുത്തെ മുൻപാകെ സമർപ്പിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ ആലോചനയ്ക്ക് അനുസരണമായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങിപ്പോകാതെ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.